സാമദാന ഭേദദണ്ഡം ഇങ്ങനൊരു പ്രയോഗം കേട്ട് കാണും. ഇത് വരുന്നൊരു കഥയിൽ നിന്നാണ്, പഞ്ചതന്ത്രത്തിലൊരു കഥയാണ്. ഒരു കുറുക്കൻ ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു മരിച്ചു കിടക്കുന്ന ആനയെ കണ്ടെത്തി. അപ്പോൾ കുറുക്കന് വളരെ സന്തോഷമായി. ദീർഘനാളത്തേക്ക് കഴിക്കാനുള്ള ആഹാരം കിട്ടിയല്ലോ. അപ്പം അങ്ങനെ ആഹാരം കഴിക്കാനായിട്ട് കുറുക്കൻ തയ്യാറെടുത്ത് തുടങ്ങിയപ്പോഴാണ് എതിർവശത്ത് സിംഹം നടന്നു വരുന്നത്. അപ്പോൾ സിംഹം കാട്ടിലെ രാജാവാണ്. അവിടുത്തെ ഏത് ഭക്ഷണവും ആദ്യം കഴിക്കാനുള്ള അവകാശം രാജാവായിട്ടുള്ള സിംഹത്തിനോടാണ്. അപ്പോൾ കുറുക്കൻ്റെ ഒരു തന്ത്രം പ്രയോഗിച്ചു. കുറുക്കൻ പറഞ്ഞു, രാജാവ്, ഇതൊരു വിഷാംശം ഭക്ഷിച്ച് മരിച്ച ഒരു ആനയുടെ ഇറച്ചിയാണ്. ഞാനതൊന്ന് പരിശോധിക്കുകയായിരുന്നു. താങ്കളും വേണമെങ്കിലൊന്ന് പരിശോധിച്ചോളൂ, ഞാൻ മാറിത്തരാം. അപ്പോൾ സിംഹത്തിന് മനസ്സിലായി വിഷാംശമുള്ള ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ രാജാവിൻ്റെ ഗമയോടെ സിംഹം പറഞ്ഞു, അല്ലെങ്കിലും വിഷാംശം കലർന്ന ഭക്ഷണമൊന്നും കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല, നിനക്കത് കഴിക്കാം എന്ന് പറഞ്ഞൊന്നും മുരണ്ട് സിംഹം നടന്നുപോയി. വീണ്ടും കുറുക്കൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുലി എതിർവശത്ത് വരുന്നത്. അപ്പോൾ കുറുക്കൻ, പുലിയും തന്നേക്കാൾ ശക്തനാണല്ലോ. കുറുക്കൻ പെട്ടെന്ന് പുലിയോട് പറഞ്ഞു, ഞാനിവിടെ കാവലിരിക്കുകയാണ്, ഇത് സിംഹത്തിനുള്ള ഭക്ഷണമാണ്, അദ്ദേഹം കുളിക്കാനായിട്ട് പോയിരിക്കുകയാണ്, രാജാവ് കുളി കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന് കഴിക്കാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ പുലി പറഞ്ഞു, രാജാവിന് കഴിക്കാനുള്ള ഭക്ഷണമാണെങ്കിൽ ഒരു സംഘർഷത്തിന് താനില്ല എന്ന് പറഞ്ഞ് പുലി അവിടെ നിന്ന് നടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റു കുറുക്കനാണ് അതിൽ എതിർവശത്ത് വന്നത്. അപ്പോൾ ഇവന് തോന്നി, എൻ്റെ അതേ ശക്തിയും എൻ്റെ അതേ സ്വഭാവമുള്ള ഒരു മൃഗമല്ലേ. അപ്പോൾ കുറുക്കൻ അവനോട് പോരടിക്കാൻ തയ്യാറായി. ഇതെൻ്റെ ഭക്ഷണമാണ്, ഇതിനെ തൊടാൻ നീ വരരുത് എന്ന് പറഞ്ഞ് തർക്കിച്ചു. അങ്ങനെ ആ കുറുക്കൻ മറ്റേ കുറുക്കനെ അവിടുന്ന് പേടിച്ചോടിപ്പിച്ചു. പിന്നീട് വന്നൊരു കഴുതപ്പുലിയാണ്. തീരെ ദുർബലനായിട്ടുള്ള ഒരു കഴുതപ്പുലി. ആ കഴുതപ്പുലി കുറുക്കനോട് അല്പം ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചി. അവിടെ കിടന്നൊരു വടിയെടുത്തിട്ട് കുറുക്കൻ അതിനെ തല്ലുപിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം വന്ന സിംഹത്തിനോട് കുറുക്കൻ ചെയ്തത് സാമം എന്ന് പറയുന്ന പ്രവൃത്തിയാണ്. രണ്ടാമത് പുലിയോട് കാണിച്ചതാണ് ദാനം. ഒപ്പം നിൽക്കാൻ കരുതനായിട്ട് കുറുക്കനോട് കാണിച്ചത് ഭേദം. അവസാനം വന്ന ദുർബലനായ കഴുതപ്പുലിയോട് കാണിച്ചത് ദണ്ഡം. ഇങ്ങനെ 4 തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കുറുക്കൻ തന്റെ സ്വന്തം ഭക്ഷണത്തെ രക്ഷിച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിലും വലിയ മത്സരങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ബിസിനസ്സിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും കലയിലാണെങ്കിലും മറ്റു മത്സരങ്ങളിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും സാവധാന ഭേദദണ്ഡത്തിന്റെ പ്രസക്തി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.